എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പലരും പല രീതിയിലും ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ടാവും. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് വറുത്ത അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മൈദയോ ഗോതമ്പ് പൊടിയോ അങ്ങനെ വേറെ ഒരു പൊടികളും യൂസ് ചെയ്യുന്നില്ല. ഇതിൽ വറുത്തിട്ടുള്ള അരിപ്പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈദയൊന്നും ചേർക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു പാൻ വയ്ക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് നമുക്ക് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നെയ്യിന് പകരം ഓയിലായാലും എടുക്കാം. പിന്നെ ഇതുപോലെ പീസാക്കി എടുത്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളം വറ്റിയിട്ടുള്ള തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ പീസാക്കി അരിഞ്ഞെടുത്താൽ മതി. ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ അതാണ് നല്ലത്. അതില്ലെങ്കിൽ നമുക്ക് ഒരു പിടി തേങ്ങ ചിരവിയതായാലും ഇട്ടിട്ട് ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ ഒരു അര സ്പൂൺ കറുത്ത എള്ളില്ലേ, അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങ ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡ് ആയതിന് ശേഷം എള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് ഇളക്കി ജസ്റ്റ് ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും അതായിട്ടുണ്ടാവും. അത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി എടുക്കാം. 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് എടുത്താലും മതി. ഇതിപ്പോൾ നമ്മൾ അപ്പവും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു പൊടിയില്ലേ, അതാണ്. അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് കുറച്ച് ചെറിയ പഴം അരച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. അതായത് ഒരു 2 പഴം, മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 പഴം. നന്നേ കുഞ്ഞ് പഴമാണെങ്കിൽ മാത്രം 3 എടുത്തോളൂ കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയിട്ട് അതിൻ്റെ ആ ഒരു അരിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും കരടോ അല്ലെങ്കിൽ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുക, എന്നിട്ട് അത് അരിച്ചെടുക്കുക. അതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. ഒരു 5-6 ടേബിൾ സ്പൂണൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു മധുരത്തിനനുസരിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് അറിയാലോ, ഓരോരുത്തർക്കും ഓരോ മധുരമല്ല ഇഷ്ടമുണ്ടാവുക. അതിനനുസരിച്ചിട്ട് ശർക്കര നമുക്ക് ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ നമ്മൾ ഓരോ അരിപ്പൊടിക്കൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് ഇങ്ങനെ നന്നായിട്ട് സ്മൂത്താക്കി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും എള്ളും കൂടിയിട്ടുള്ള ആ ഒരു മിക്സില്ലേ, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് മധുരമൊക്കെ നോക്കിയിട്ട് കുറവ് തോന്നുകയാണെങ്കിൽ ആ ഒരു ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ വല്ലാണ്ട് ടൈറ്റ് തോന്നുകയാണെങ്കിൽ വെള്ളവും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫൈനലായിട്ട് ആ ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരമുള്ള എന്തുണ്ടാക്കുമ്പോഴും കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായയുടെ പൊടിയാണ്. അപ്പോഴാണ് കറക്റ്റ് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കി പാകാക്കിയിട്ട് എടുത്ത് വയ്ക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു ഇഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഇനി ഒരു 3/4 മണിക്കൂറോളം സമയം അടച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അടച്ച് വെച്ച ശേഷം തുറക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചൊന്ന് ടൈറ്റായി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ലേശം വെള്ളം കൂടെ ചേർത്ത് അഴിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ചില പൊടിയൊക്കെ ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ടൈറ്റാവും. അപ്പോൾ ഇപ്പോൾ ഇതേ സമയം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പാത്രം വെച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം ഇതുപോലെ മാവ് ഇങ്ങനെ കോരി ഒഴിക്കുക. എന്നിട്ട് നമുക്കത് ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം മീഡിയം ഫ്ലെയിം വയ്ക്കുക, പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഉണ്ണിയപ്പം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കുക. അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. മൈദയോ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് മാവ് മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ വല്ല ലൂസായിട്ടൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് പറയാതെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ലൂസ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ടിപ്പ് എന്നുള്ള നിലയ്ക്ക് മൈദ ചേർത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കൂടി പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ മാത്രം. ഇപ്പോൾ ഞാൻ അതൊന്നും ചേർക്കാണ്ട് അരിപ്പൊടി മാത്രം വെച്ചിട്ടാണ് ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, പുറത്തൊക്കെ നല്ല മൊരിഞ്ഞ ഉള്ളിൽ സോഫ്റ്റായ നമ്മുടെ
എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കിത് ഉണ്ടാക്കി കൊടുക്കണേ. അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 3/4 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റാണ്ട് കുറേ നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും മാവ് ചിലപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് സോഫ്റ്റായിട്ട് പോവും. അപ്പോൾ ഉള്ളൊക്കെ വേവാത്ത പോലെയോ ഒക്കെ വരികയാണെങ്കിലും നമുക്ക് മൈദ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം കറക്റ്റായിട്ട് കിട്ടും. അതും ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രം അത് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഈ വീഡിയോനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു റെസിപ്പി ടൈം കിട്ടുന്ന സമയത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്കും എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് എത്തും വരെ എല്ലാവർക്കും നന്ദി. താങ്ക്